നമ്മൾ പണ്ട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന സന്ദർഭം ഓർക്കുന്നുള്ളൂ. അതേ ചിത്രമാണ്. അവിടെ ഒരു ഭരണപരിചയവുമില്ല, ഒരു രാഷ്ട്രീയ പരിചയവും ഇല്ലാത്ത ഒരു നിര ആളുകൾ ഒന്നിച്ച് അസംബ്ലിയിലേക്ക് വരികയാണ്. അതേ നിലയിൽ ഇവിടെ ഇതിലിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറിമാരോ പ്രസിഡന്റ് വരെ MLA ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ മന്ത്രിമാരും ആവാം, അതും ആവാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം. പക്ഷെ ഞാനതിനെ രസകരമായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിയായ ആം ആദ്മി വരികയാണ് എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ രാഷ്ട്രീയ രംഗത്ത് വന്നാൽ എന്താണ് കുഴപ്പം? അവരൊക്കെ ഇതിലൂടെയാണല്ലോ കാര്യങ്ങൾ പഠിക്കുക. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഹെഡ് ചെയ്യുന്ന ആൾ തന്നെ അങ്ങനെ ആകുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ പി സഖായം എന്ന് പറയുന്ന ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വിരമിച്ച ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ ഏതോ ഒരു മണ്ഡലത്തിൽ, എനിക്ക് തോന്നുന്നു തിരുച്ചി ഈസ്റ്റോ അങ്ങനെ എന്തോ ഒരു മണ്ഡലത്തിൽ, അതായത് വിജയ് തന്നെ 2 മണ്ഡലത്തിൽ മത്സരിച്ച് 2ഇടത്തും ജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഒഴിയണമല്ലോ. അപ്പോൾ അവിടെ മത്സരിപ്പിച്ച് ആ IAS ഉദ്യോഗസ്ഥനെ നിയമസഭയിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കീ അഡ്വൈസർ എന്നല്ല, ഒരു പക്ഷേ ഒരു മന്ത്രി, പോർട്ട്ഫോളിയോ ഉള്ള ഒരു മന്ത്രിയായിട്ട് തന്നെ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നത്തിന് കുറച്ചൊരു പരിഹാരം കാണാൻ എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് ചിലപ്പോൾ അത് അവിടെ ഒതുങ്ങില്ല. അത് ഭരണത്തിൻ്റെ തലങ്ങളിൽ മറ്റു തലങ്ങളിലുമൊക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് എന്നുള്ള ആ നിലയിൽ അതിനൊരു ഹണ്ട് നടത്തുകയും ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവർ കൊണ്ടുവരികയും ചെയ്യുമായിരിക്കും.